എല്ലാവരും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് അയന. ഞാൻ പോണേക്കരയിൽ നിന്നാണ് വരണത്. 2020 സെപ്റ്റംബർ 13 ആയിരുന്നു എൻ്റെ വിവാഹം. എൻ്റെ വിവാഹം കഴിഞ്ഞ് 10ാം മാസം ഞാൻ ഗർഭിണിയായി. ഒരുപാട് സന്തോഷമായിരുന്നു ഗർഭിണിയായപ്പോൾ. പക്ഷേ ആ സന്തോഷത്തിന് അധികം നാളുണ്ടായിരുന്നില്ല. 2 മാസമായപ്പോൾ തന്നെ അബോഷനായി. അതിനുശേഷം കുറച്ച് നാൾ ഞങ്ങൾ കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളാവാതെ ആയപ്പോൾ, പീരിയഡ്സ് റെഗുലർ അല്ലാതെ ആയപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഫൈബ്രോയിഡ് യൂട്രസിൽ കണ്ടിരുന്നു. ചെറുതാണ്, മരുന്ന് കഴിച്ചാൽ മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ ഇതിൽ മരുന്ന് തുടങ്ങിയായിരുന്നു. മരുന്ന് തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പീരിയഡ്സ് ആയില്ല. പീരിയഡ്സിൻ്റെ ഡേറ്റ് ആയിരുന്നു, പീരിയഡ്സ് ആയില്ല. ഞാൻ വെറുതെ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി. ഉറപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് വളരെ സന്തോഷവും പേടിയും തന്നൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു 7 മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ ഫൈബ്രോയിഡും വളരുന്നുണ്ടായിരുന്നു. 7 മാസമായപ്പോൾ എനിക്ക് BP വളരെയധികം വളരെ കൂടി BP നിന്നു. പിന്നെ ഫൈബ്രോയിഡ് ആണെങ്കിൽ 7 സെൻറ്റിമീറ്ററായിട്ട് വളർന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഇനി സിസേറിയനാണ് ചെയ്യാൻ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചപ്പോൾ ഒരു 1 കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 8 മാസമായപ്പോൾ ഞാൻ BP കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള മരുന്നുകളും BP കുറയാനുള്ള മരുന്നുകളും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അഡ്മിറ്റായി. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അതിനൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ കാര്യം. യൂട്രസിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഈ മുഴയുള്ളത്. അതും 7 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീളത്തിലും വട്ടത്തിലും സിസേറിയൻ ചെയ്യേണ്ടി വരും. നീളത്തിലും ആദ്യം ഫൈബ്രോയിഡ് പുറത്തെടുക്കേണ്ടി വരും, എന്നിട്ടേ കുഞ്ഞിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 തവണ കീറേണ്ടി വരും. അങ്ങനെ കീറുന്നതിൻ്റെ കൂടെ യൂട്രസും കൂടി റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് എനിക്ക് 26 വയസ്സാണ്. എല്ലാവരും ഒരുപാട് വിഷമിച്ചു. ഹസ്ബൻഡൊക്കെ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. BP ഉള്ളതുകൊണ്ട് ടെൻഷൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിൻ്റെ അമ്മ അങ്ങനെ അമ്മയുടെ അനിയത്തി വഴി കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞു. അമ്മ ആൻറ്റിയുടെ കൂടെ ഇവിടെ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. ഉടമ്പടി വസ്തുക്കളുമായിട്ട് അമ്മ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഞാനപ്പോൾ അവിടെ അഡ്മിറ്റാണ്. എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ വയറ്റിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. മാതാവിൻ്റെ ഉപ്പ് കലർത്തിയ വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ശരിക്കും ഞാനൊരു ചൊവ്വാഴ്ചയാണ് അഡ്മിറ്റ് ആയത്. വെള്ളിയാഴ്ചത്തേക്ക് സിസേറിയൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. കുഞ്ഞിനന്ന് 1 കിലോഗ്രാമേ വെയിറ്റ് സ്കാനിങ്ങിൽ കാണിച്ചുള്ളൂ. അതിന് മുമ്പായിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറാക്കിളാണല്ലോ, കുഞ്ഞിന് വളർച്ചയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ബ്ലഡ് ഫ്ലോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, മാക്സിമം കുഞ്ഞ് വയറ്റിൽ കിടന്ന് വളരട്ടെ എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്യേണ്ട സ്ഥാനത്ത് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. പിന്നെയും 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്തു, അപ്പോഴും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 36 ആഴ്ച വരെ വെയിറ്റ് ചെയ്തു. 36ാമത്തെ ആഴ്ച അപ്പോഴും ഡോക്ടർ പറഞ്ഞു 36 ആഴ്ച എത്തിയതേ ഉള്ളൂ, കുഞ്ഞിന് വളർച്ച കുറവുണ്ട്, സിസേറിയനെ ചെയ്യാൻ പറ്റുള്ളൂ, ഫൈബ്രോയിഡ് ഉള്ള കാരണം ബ്ലീഡിങ്ങും ഉണ്ടാവും, ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്തു ബ്ലഡിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരുപാട് മുട്ടിപ്പായിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ മാതാവിനെ കൈവിടാതെ പിടിച്ച്, ശരിക്കും മാതാവ് താഴെ ഇറങ്ങി വന്നു എന്ന് പറയാം. അതുപോലെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു. പെയിൻ വരാനായിട്ട് എനിക്ക് മരുന്ന് തന്നു. എനിക്ക് സിസേറിയൻ ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ മരുന്ന് തന്നപ്പോൾ തന്നെ എനിക്ക് പെയിൻ വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രസവിച്ചു. സിസേറിയൻ ചെയ്യേണ്ടി വന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രസവിച്ചു. എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി. യൂട്രസിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എഴുന്നേറ്റ് നടക്കാനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, നോർമലായിരുന്നു, യാതൊരു കുഴപ്പമില്ലാതെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഒരു കുഴപ്പവും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർന്നിരുന്നു, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാം, എനിക്ക് മോനാണ് ഉണ്ടായത്, മോനെ മാതാവിൻ്റെ നടയിൽ കിടത്തിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് ദാനമായിട്ട് തന്ന എൻ്റെ മോനെ ഞാനൊരു 4 മാസമൊക്കെ ആയപ്പോൾ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ നടയിൽ കൊണ്ടുവന്ന് എൻ്റെ മോനെ ഞാൻ കിടത്തി. മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കൂട്ടത്തിൽ കൂടെ എൻ്റെ ഫൈബ്രോയിഡ് ഒരു 7 മാസം ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യണം, സർജറി ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി, മാതാവേ എൻ്റെ ഫൈബ്രോയിഡും കൂടി മാറ്റി തരണം, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒരു 7 മാസം മോനെ ഒരു 7 മാസമായപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്നാണ്. കാരണം ഈ 7 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന എൻ്റെ മുഴ ചുരുങ്ങിപ്പോയി. ആ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, യൂട്രസ് ക്ലിയർ ആയിരുന്നു. അത്രയും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത്. പിന്നെ എൻ്റെ മോനെ തന്നു. ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്ന് ഉടമ്പടി എടുത്തു.
പിന്നെ ഭർത്താവിൻ്റെ കയ്യിൽ ചെറിയൊരു പരുക്കുണ്ടായിരുന്നു. ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനും നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും വിരലിൻ്റെ ഒരു ഭാഗം തന്നെ പോയതായിരുന്നു ഭർത്താവിൻ്റെ കൈ. അത് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി. ഉടമ്പടി തൈലം തേച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവ് തന്ന അനുഗ്രഹത്തിന് വളരെ 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 നന്ദി. പിന്നെ എനിക്കറിയാവുന്നവരെല്ലാവരോടും, മക്കളില്ലാത്തവരോടും എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും. എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും. മാതാവിൻ്റെ പത്രം കൊടുക്കും. അങ്ങനെ ഞാൻ പറയും. അങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കും. പിന്നെ അറിയുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടെന്ന് കേൾക്കുന്നവർക്കൊക്കെ നമ്മൾ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടാണെങ്കിലും പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഭക്ഷണം കൊടുക്കും. എൻ്റെ അമ്മയ്ക്ക് കേറ്ററിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ പൊതി കെട്ടുമ്പോൾ ആരെങ്കിലും വഴിയരികിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പൊതിയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കും. ഉൽപ്പത്തി 35:11 ഞാൻ സർവശക്തരായ ദൈവമാണ്, നീ സന്താനപുഷ്ടിയായി പെരുകുക. ഇവിടെ അതിനെ പറഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞു കോംപ്ലിക്കേഷനാണ്, നെടുക്കിനെയും കുറുകനെയും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ യൂട്രസും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അത്ര കോംപ്ലിക്കേഷനായിട്ടുള്ളൊരു വിഷയമാണ് ഈ ഉടമ്പടിയിൽ സമർപ്പിക്കുന്നത്. മാതാപിതാക്കളൊക്കെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ലഭിച്ചു. അതുമാത്രമല്ല, ഡോക്ടേഴ്സ് പോലും ആശ്ചര്യപ്പെടുകയാണ്. പിന്നീട് ഫൈബ്രോയിഡ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കുകയാണ് എന്തെങ്കിലും മരുന്ന് കഴിച്ചോ. അവർക്ക് പോലും അത്ഭുതം തോന്നുന്നു. അത്ര വലിയ അത്ഭുതമാണ് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്തത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. എൻ്റെ പേര് ഷാനി, ഇതെൻ്റെ ഭർത്താവ് സനൽ. ഞങ്ങൾ എറണാകുളം കൂനമാവ് സെയിൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു. മാതാവ് വഴി എനിക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് 8 മാസം മുന്നേ കയ്യിൽ ഒരു ചതവ് പോലെ ഉണ്ടാവുകയും ആ ചതവ് വീർത്ത് വരികയും ചെയ്തിരുന്നു. ഞാൻ ആയുർവേദത്തിൽ കാണിച്ച് കുഴമ്പൊക്കെ പുരട്ടിയിരുന്നെങ്കിലും എനിക്ക് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് അസഹനീയമായ വേദനയെ തുടർന്ന് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ജനറൽ സർജനെ കാണിക്കുകയുണ്ടായി. ഡോക്ടർ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് ചതവല്ല, ഒരു ട്യൂമറായിട്ടാണ് കാണപ്പെടുന്നത്, നമുക്ക് MRI എടുക്കാമെന്ന് പറഞ്ഞു. MRI എടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇത് മസിൽ ടിഷ്യൂവിനെ ബാധിച്ച ലിംഫോമ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ രോഗമാണെന്നാണ് ഡോക്ടർ സസ്പെക്റ്റ് ചെയ്തത്. ഞാനും എൻ്റെ കുടുംബവും വളരെയധികം സങ്കടപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് ഒരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ വളരെയധികം സങ്കടപ്പെട്ടു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ ജാനുവരി 1-ാം തീയതി, ഞങ്ങളുടെ പുതുവർഷം തുടങ്ങിയത് കൃപാസനത്തിൽ വന്നിട്ടായിരുന്നു. ജാനുവരി 1-ാം തീയതി ഞാനും എൻ്റെ ഭർത്താവും കൂടി ജോയിൻ്റ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. തുടർന്ന് അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് തന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കാശുരൂപം, വെഞ്ചിരിച്ച കാശുരൂപം എൻ്റെ കയ്യിൽ തന്നിരുന്നു. ആ കാശുരൂപം കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായിരുന്നു, വല്ലാത്തമായൊരു മാനസിക ബലം എനിക്ക് ലഭിച്ചിരുന്നു. ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് എൻ്റെ മാലയിൽ ഞാനത് തൂക്കിയിട്ടു. എന്നിട്ടാണ് ഞാൻ ജാനുവരി 3-ാം തീയതിയാണ് ഞാൻ ബയോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോയത്. ബയോപ്സിയുടെ സമയത്ത് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചിരുന്നു. ദൈവാനുഗ്രഹത്താൽ ബയോപ്സി റിപ്പോർട്ട് നോർമൽ ട്യൂമറാണെന്ന് വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് സർജറിയിലൂടെ എടുത്തു കളയാമെന്ന് പറഞ്ഞു. ജാനുവരി 17-ാം തീയതി ഡോക്ടർ സർജറി പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു സർജറിക്ക് മുന്നേ തന്നെ ഇത് അത്യാവശ്യം കോംപ്ലിക്കേഷനുള്ള ട്യൂമറാണ്. ഒരു 12 സെൻറ്റിമീറ്ററോളം ഈ ട്യൂമർ വളർന്നിരുന്നു. ഏകദേശം 350 ഗ്രാം തൂക്കമുള്ള ഒരു മുഴയാണ്. അപ്പോൾ അത് എടുത്ത് കളഞ്ഞാൽ തന്നെ എൻ്റെ കൈ ഒട്ടും അനക്കാൻ പറ്റില്ല. ഇത് ഞരമ്പുകളൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മസിൽ ടിഷ്യൂ ഒക്കെ എടുത്ത് കളയണം. ഫിസിയോതെറാപ്പി ചെയ്ത് 2 മാസം കഴിഞ്ഞാൽ എൻ്റെ കൈ അനക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ സർജറി 4 മണിക്കൂർ നീണ്ട ഒരു സർജറി ആയിരുന്നു. അപ്പോൾ എൻ്റെ സർജറിയുടെ സമയത്ത് എൻ്റെ ഭർത്താവും എൻ്റെ മാതാപിതാക്കളും ഹസ്ബൻഡ് അമ്മയൊക്കെ ഉപവാസം എടുത്ത് നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച്. കൈക്ക് ബുദ്ധിമുട്ടാവും, കൈ പൊക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ സർജറിക്ക് ശേഷം 8:30 എൻ്റെ തുടങ്ങിയ സർജറി എനിക്കൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ബോധം വന്നത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൈ പൊക്കി ഡോക്ടറിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ ഡോക്ടറിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കൈ പൊങ്ങി. അതും ഒരു അത്ഭുതമാണ്.
അപ്പോൾ സർജറിക്ക് ശേഷം ഞാൻ റൂമിലേക്ക് വന്നു. 5 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എൻ്റെ ഹോസ്പിറ്റൽ റൂമിൽ തലയ്ക്കും ഭാഗത്ത് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോയും ഉടമ്പടി തൈലവും എല്ലാം ഞാൻ വെച്ചിരുന്നു. അപ്പോൾ വേദന വരുമ്പോൾ ഞാൻ കാശുരൂപം കൈപ്പിടിച്ചായിരുന്നു കരഞ്ഞിരുന്നത്. മാതാവേ, അങ്ങയുടെ ഈശോ സഹിച്ച വേദനയാൽ കാൽവരിയിൽ ചിന്തിയ രക്തത്താൽ എൻ്റെ വേദന സഹിക്കാൻ എനിക്ക് കൃപ തന്നെ എന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞായിരുന്നു, മോളെ നിൻ്റെ സർജറിയുടെ സമയത്ത് മാതാവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിന് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തു കൊടുത്തത് മാതാവാണ്, ഈശോയും മാതാവും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ സർജറിക്ക് ശേഷം ബയോപ്സി റിപ്പോർട്ട് വന്ന് ബയോപ്സി നോർമലായിരുന്നു. പിന്നെ സർജറി കഴിഞ്ഞതിന് ശേഷം എന്നെ 2 മാസം സ്ലിംഗ് ഇട്ട് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ എൻ്റെ കൈ പൊക്കി എനിക്ക് നോർമൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ. അപ്പോൾ സ്റ്റിച്ച് അയക്കാൻ പോയപ്പോഴത്തേക്കും എൻ്റെ കൈ ഞാനിങ്ങനെ പൊക്കി മൂവ്മെൻ്റ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഡോക്ടറിന് തന്നെ അത്ഭുതം. ഡോക്ടർ ഒരു അക്രൈസ്തവയായ സ്ത്രീയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്ഭുതമാണല്ലോ, ഇത് മാതാവ് തൊട്ടതാണ്, മാതാവിൻ്റെ അത്ഭുതമാണ്, മാതാവിനോട് ചെന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഡോക്ടറിനോട് ഇങ്ങോട്ട് പറഞ്ഞു. എൻ്റെ മുറിവിനെ പറ്റി ഒന്നും ഡോക്ടർ ചോദിച്ചില്ല. ഇത് മാതാവിൻ്റെ അത്ഭുതമാണ്, മാതാവ് തൊട്ടതാണ് കേട്ടോ, മാതാവിനോട് ചെന്ന് നന്ദി പറയണമെന്നാണ് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞത്. തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചു മാതാവിലുള്ളത്. പിന്നെ അതിനുശേഷം എൻ്റെ മോൻ 1.5 വയസ്സുള്ള മോന് ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബാത്റൂമിൽ തലയിടിച്ച് വീണപ്പോൾ തന്നെ കൊച്ചു ഒരു പ്രാവശ്യം കരഞ്ഞതിന് ശേഷം കൊച്ചു ബോധം കിട്ടി, ഇങ്ങനെ ഉറങ്ങി വീണ പോലെ ആയി, ഉറങ്ങിപ്പോയി വെച്ച്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇത്തിരി വെള്ളത്തിൽ മാതാവിൻ്റെ ഉപ്പ് കലക്കിയിട്ട് അത് കൊച്ചിനെ കൊണ്ട് കുടിപ്പിച്ച്, എന്നിട്ട് തൈലം നെറ്റിയിൽ ചേട്ടൻ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ട്, ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ മോനെ ഉറക്കം എണീച്ചപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എൻ്റെ ചുറ്റും വേദനിക്കുന്ന രോഗികൾക്ക് ഉടമ്പടി തൈലം കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനെ പറ്റി പറയുമായിരുന്നു, നിങ്ങൾ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, മാതാവ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് സാക്ഷ്യപ്പെടുത്തുമായിരുന്നു. പേപ്പർ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഈ രോഗസൗഖ്യം പറയുന്നവർക്കൊക്കെ പറ്റുന്ന സഹായം ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യമെല്ലാം പള്ളിയിൽ പോകാനും കൂടാണ്ട് കുർബാനയിൽ സംബന്ധിക്കാനും ഒരുപാട് മടിയുള്ള വ്യക്തികളായിരുന്നു. ഞായറാഴ്ചകളിൽ പോകുന്ന മാത്രമേ ഉള്ളൂ, അല്ലാത്ത ദിവസങ്ങളിൽ പോകില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ ചെന്ന് കുർബാന കൂടാണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾക്ക് ആ ഒരു മടി കൂടാണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുവാനുള്ള അനുഗ്രഹം മാതാവ് വഴി നമുക്ക് ലഭിച്ചു. പിന്നെ മറ്റുള്ള എല്ലാവർക്കും നമ്മളുടെ വിശ്വാസം പ്രകീർത്തിക്കാൻ നമുക്കൊരവസരം ഉണ്ടായി. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മറ്റുള്ളവരുടെ വിശ്വാസം ദൈവത്തിലോട് നമ്മൾ കൂടുതൽ അടുപ്പിച്ചായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾക്ക് ഇത്രയും വലിയ അത്ഭുതം അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിന് കൃപാസന മാതാവിനും യേശുവിനും നന്ദി പറയുന്നു. ഇതുപോലെ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്, കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടുന്നാണ്. ഇന്ന് തനിക്ക് ഒരു മസിൽ ട്യൂമർ, അത് കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ക്യാൻസറസിനെ കുറിച്ചാണ് ഇവിടെ ഇന്നിപ്പോൾ നാം ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുക. അത് എത്രമാത്രം ഉണ്ടായിരുന്നെന്നും ഡോക്ടേഴ്സ് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് അത് നെർവ്സിനെയൊക്കെ ടച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ തനിക്ക് പഴയതുപോലെ തൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനോ അല്ലെങ്കിൽ കൈ സ്വയം തന്നെ ഒന്ന് ഉയർത്തുവാനോ ഇതിനൊക്കെ ഒത്തിരിയേറെ നാളുകൾ എടുക്കേണ്ടി വരും. ഫിസിയോതെറാപ്പിയിലൂടെ മാത്രം ചിലപ്പോൾ കുറച്ച് നാൾ കൊണ്ടൊക്കെ അത് ക്യൂറാകും. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ 4 മണിക്കൂർ സർജറി, അതിനുശേഷം ആ സർജറിക്ക് ശേഷവും ഉടനെ തന്നെ തനിക്ക് കൈ ഉയർത്തുവാൻ കഴിഞ്ഞു. ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് ഇത് പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ട ഒരു സൗഖ്യ അനുഭവം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞതെന്നൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ ഉടമ്പടി കാശുരൂപവും പിടിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ ഈ മക്കളും കുടുംബവും പ്രാർത്ഥിക്കുന്നു. തൻ്റെ അമ്മ
കണ്ട ഒരു സ്വപ്നവും, അതായത് ഓപ്പറേഷൻ നടക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മകളാണ്. സർജിക്കൽ എക്യുപ്മെൻറ്റ്സൊക്കെ എടുത്തു കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതായത് നമ്മുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം എത്രമാത്രമാണ് അമ്മ നമ്മെ ചേർത്ത് പിടിക്കുക, അതാണ് നമുക്ക് കൂടുതലും വ്യക്തമാവുക. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യം അത് തങ്ങൾ അർഹിക്കുന്നതല്ല, എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് തങ്ങൾക്കത് ലഭിക്കാനിടയായതെന്നും അതും എത്രയും ഫാസ്റ്റ് റിക്കവറി, പറഞ്ഞതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ഫാസ്റ്റ് റിക്കവറിയും തങ്ങൾക്ക് ലഭിച്ചു. ഇന്ന് ഈ മക്കൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾക്ക് ഈ രോഗത്തേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിലേക്ക് എങ്ങനെയാണ് തങ്ങളുടെ ഈ ഒരു അവസ്ഥ തങ്ങളെ കൂടുതൽ എത്തിച്ചത്, ദൈവോന്മുഖരായിട്ട് ജീവിക്കുവാനും ദൈവസ്നേഹത്തിൽ വളർന്ന് അത് പരസ്നേഹത്തിലൂടെ പ്രകടമായി തങ്ങളുടെ ജീവിതത്തെ ഇന്നൊരു സാക്ഷ്യമാക്കി മാറ്റുവാനുമൊക്കെ തങ്ങൾക്ക് കഴിഞ്ഞതിന് ഈ കുടുംബം നന്ദി പറയുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. മഹത്വം. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അമ്പിളി. ഞാൻ പാലായിക്കടുത്തുള്ള കൊള്ളപ്പള്ളി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിലെത്തുന്ന എൻ്റെ കൂട്ടുകാരി മുഖേനയാണ്. കൂട്ടുകാരിയുടെ ചേച്ചിയുടെ മകന് ബ്ലഡ് ക്യാൻസറായിട്ട് 4ാം സ്റ്റേജിലെത്തി. ഓരോ രോമക്കുത്തിലൂടെ രക്തം വരുന്നു. അമൃതയിലെ ഡോക്ടർ എല്ലാം ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ആ വിവരങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ആ കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവൻ നടക്കുന്നു. അങ്ങനെ കണ്ട് വിശ്വസിച്ചാണ് ഞാൻ 23-ലെ ജപമാല റാലിക്കാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. പിന്നെ കൃപാസനത്തിൽ വന്നൊന്ന് കണ്ടു നോക്കാമെന്നോർത്താണ് ഞാൻ വന്നത്. വിശ്വാസമൊന്നുമില്ല, എന്നാൽ കൂടുതലും ഇല്ല കുറവുമില്ല. ഞാനൊരു ഹിന്ദുവാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വന്നു. പിന്നെ 7 മാസങ്ങൾക്ക് ശേഷം ഞാൻ 18/5/2024 ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 18 ദിവസമായപ്പോൾ എൻ്റെ ഭർത്താവിനൊരു നെഞ്ചുവേദന വന്നപ്പോൾ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അവരവിടെ നോക്കിയപ്പോൾ പറഞ്ഞു ചെറിയൊരു വേരിയേഷനുണ്ട്, IC കിടക്കട്ടെ എന്ന് പറഞ്ഞ് IC 2 ദിവസം കിടന്നു. 2 ദിവസം കിടന്നു കഴിഞ്ഞ് പിന്നെ അവിടെ ഡോക്ടർ ഞാൻ ഭാര്യ എന്ന നിലയ്ക്ക് എന്നോട് സംസാരിച്ചു. ഈ മനുഷ്യന് ഹാർട്ട് മുഴുവൻ ഡാമേജാണ്, പമ്പിങ് ഇല്ല, ഒന്നിലധികം ബ്ലോക്കുണ്ട്, എപ്പോൾ വേണേലും അറ്റാക്ക് ഉണ്ടാകാം, മരിച്ചു പോകാം. അപ്പോൾ ആ ഡോക്ടർ അങ്ങനെ പിന്നെയും പറഞ്ഞപ്പോൾ അവിടെയുള്ള വേറൊരു ഡോക്ടറെയും കൂടെ കാണിച്ചു. ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പമ്പിങ്ങിൽ 20% പമ്പിങ് ഉള്ളൂ. അങ്ങനെ ഇരിക്കെ 11 ദിവസം ആശുപത്രിയിൽ കിടന്ന് ഇഞ്ചക്ഷനും എല്ലാം ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് കുഴപ്പമൊന്നുമില്ല, ചെറിയ ജോലിയൊക്കെ ചെയ്തോളാൻ പറഞ്ഞ് ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും അവിടുത്തെ മുതലാളി വിളിക്കുകയാണ് ഒരു ശ്വാസം മുട്ടൽ ഓടി വരാൻ. അപ്പം ഞാനും എൻ്റെ മോളും കൂടെ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ വണ്ടി എടുത്ത് ഇറങ്ങി ഓടും. അപ്പോൾ എൻ്റെ കൊച്ചു ചോദിച്ചു, അമ്മേ തൈലം എടുക്കണോ? അപ്പോൾ എടുത്തോ മാനേന്ന് ഞാൻ പറഞ്ഞു. തൈലം അവൾ എടുത്തു. ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ ശ്വാസം മുട്ടി വിഷമിച്ച് നിൽക്കുന്ന ഭർത്താവിനെ കണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ മോള് ഉടമ്പടി തൈലവും നെറ്റിയിൽ കുരിശും വരച്ച് ഒരു തുള്ളി നാവിലും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് നടന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആൾ അപ്പോഴത്തേക്കും ബോധം പോയി ക്യാഷ്വാലിറ്റി കയറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാളുടെ BP 0-ലെത്തി, എന്ത് സംഭവിക്കാം, ഒന്നെങ്കിൽ ബ്ലഡ് കട്ടയാകാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ 38,000 രൂപയാകും, അതെടുക്കണം, അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു എങ്ങനെയും നമുക്കതെടുക്കണം, കാരണം ഞങ്ങൾ ഒരു പൈസ പോലും എടുക്കാതെ ഇട്ടിരുന്ന വേഷത്തിലാണ് ഞങ്ങൾ പോകണം, ഞങ്ങളുടെ പൈസ ഇല്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു, ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോഴും ഞാൻ കരഞ്ഞില്ല, മോള് ഭയങ്കര കരച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചു കരയണ്ട, ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതാണ്, മാതാവ് രക്ഷിക്കൂ അച്ചായിയെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സങ്കടപ്പെട്ടു, ഞാൻ കരഞ്ഞില്ല. അപ്പം ഞാൻ കരയാതിരുന്നപ്പോൾ ആ സിസ്റ്റർ ഡോക്ടറോട് പറയുക, ഡോക്ടറെ ഈ ചേച്ചിയെ ഒന്ന് കാണിച്ചേക്കുവാ ചേട്ടനെ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കാണുമ്പോൾ എൻ്റെ ഭർത്താവ് കണ്ണ് മിഴിച്ച് ചലനമില്ലാതെ കിടക്കുന്ന ഞാൻ കണ്ടു. മരിച്ചതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് യാചിച്ചു, മാതാവേ എനിക്കൊരു മോളേ ഉള്ളൂ, ആ മോൾക്ക് വരുന്ന സങ്കടവും സന്തോഷം കാണാൻ അതിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കണം, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, മാതാവെ രക്ഷിക്കണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ 2 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നിട്ട് 3-ാം ദിവസം ഉച്ചയാകുമ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കുവാന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഇടണോ എന്നറിയില്ല, എന്താണെങ്കിലും ഇറക്കുവാന്ന് പറഞ്ഞു.
ഇറക്കി കഴിഞ്ഞു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, അപ്പോഴും ഞാൻ IC കയറുമ്പോഴെപ്പോഴും ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് കുരിശ് വരയ്ക്കും, പ്രാർത്ഥിക്കും, കൊന്ത കയ്യിലിട്ട് കൊടുക്കും, കാശ് രൂപം മുണ്ടിൻ്റെ അറ്റത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം അവിടെ നിന്ന് സിസ്റ്റർമാർ എന്നോട് ചോദിക്കും, ഈ ചേച്ചി എന്നതാ കാണിക്കുന്നത്? അപ്പം ഞാൻ പറയും, ഇതെൻ്റെ വിശ്വാസമാണ്, അതാണെന്ന് ഞാൻ പറയും. അങ്ങനെ 3-ാം ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കി ICUലാക്കി. അന്ന് തന്നെ റൂമിലേക്ക് മാറ്റി 10-ാം ദിവസം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. കാരണം പമ്പിങ് ഇല്ല, എപ്പോൾ വേണേലും അറ്റാക്ക് ഉണ്ടാകാം, 3 ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അനങ്ങാതെ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക. അപ്പം എൻ്റെ കൂട്ടുകാരി പറയുക, കൃപാസനം മാതാവും അമൃതാശുപത്രി ഏറ്റവും വലുത്, നിങ്ങൾക്ക് ആ മനുഷ്യനെ അമൃതാശുപത്രി ഒന്ന് കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാം, പൈസ ഇല്ല, അമൃതാശുപത്രി കൊണ്ട് ചികിത്സിക്കാനുള്ള രൂപ ഞങ്ങൾക്കില്ല, അപ്പോൾ അമൃതാശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരി എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ എല്ലാ മാസവും ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കാറായപ്പോൾ ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഒന്ന് ഉടമ്പടി പുതുക്കി. 2 തവണ ഉടമ്പടി ഇപ്പോൾ തന്നെ പുതുക്കി. ആ ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം എൻ്റെ അനിയൻ പറയുവാണ്, നമുക്ക് അമൃതാശുപത്രി ഒന്ന് കൊണ്ട് കാണിച്ചാലോ? അപ്പം ഞങ്ങൾ അമൃതാശുപത്രി പോവുക. ചെന്നപ്പം അവരവിടുത്തെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞിട്ട് അപ്പോഴും എൻ്റെ കയ്യിൽ തൈലവും ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം ഉണ്ട്. എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞാണ്, ഹാർട്ട് മുഴുവൻ ഡാമേജാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആൾ മരിച്ചു പോകുമെന്ന്. ഞാൻ അപ്പോഴും മാതാവിനോട് യാചിച്ചു, മാതാവേ, എൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഞങ്ങളുടെ വീട്ടിലുള്ളൂ, ഞങ്ങളെ അനുഗ്രഹിക്കണം മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഈ എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം പറഞ്ഞു, ഈ ആളുടെ ഒരു രക്തക്കുഴലിനോ ഒരു അവയവങ്ങൾക്കോ ഒരു കുഴപ്പം പോലും ഇല്ല, സർജറി ചെയ്യാം, പക്ഷേ അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് പൈസയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ മുമ്പേ പോകണം, ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പം ഞാൻ ആശുപത്രി പോകുമ്പോഴെല്ലാം ബസ്സായിരിക്കുമ്പോഴും മാതാവിനെ മുന്നേ വിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ബസ്സായിരിക്കുമ്പോഴെല്ലാം എനിക്ക് ഒരുപാട് തവണ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കാനൊത്തിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു ഇരുന്നപ്പോൾ അദ്ദേഹത്തിനും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു. ഞാൻ 2 തവണ അച്ഛനെ എൻ്റെ ഭർത്താവിനെ കാണിച്ച് സർജറിക്ക് പോകുന്നതിന് തൊട്ട് മുന്നും അതിനും മുന്നും അച്ഛനെ കാണിച്ച് തൈലം പൂശി ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇന്നും ഉപ്പും തേനും നേർച്ച വസ്തുക്കൾ ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നു. അങ്ങനെ അമൃതായി പോയി ഓപ്പറേഷൻ ചെയ്തു ഒരു കുഴപ്പവും ഇല്ലാണ്ട് 3 മാസം റെസ്റ്റും കഴിഞ്ഞ് 3 മാസവും 17 ദിവസമായി ഇന്ന് ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ ഭർത്താവ് ഇരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ മാതാവാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. അതിന് മുന്നേ എൻ്റെ മോള് പറഞ്ഞു, അമ്മ പള്ളിയിലൊക്കെ പോയിട്ട് ഇങ്ങനെയാണല്ലോ വരുന്നത്, ഞാൻ അമ്മയുടെ പള്ളിയിൽ ഒരിക്കലും വിശ്വസിക്കുകയില്ല. എൻ്റെ അമ്മയും പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, നീ 2 ദിവസം ഒന്ന് സഹിക്കുക, അപ്പം നമുക്കതിന് ഫലം മാതാവ് തരും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ആരുമല്ല, മാതാവിനെ വിചാരിച്ചാണ് ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ മോളോടും പറഞ്ഞ്, മാതാവ് കാത്തോളണേ. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് വെൻറ്റിലേറ്ററിൽ നിന്ന് എടുത്ത് ICUയിൽ നിന്നെല്ലാം ഇറക്കി ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നത്. ഇങ്ങനെയെല്ലാമാണ് എൻ്റെ കാര്യങ്ങൾ. എൻ്റെ ഭർത്താവിന് ഇപ്പം പൂർണ്ണ സൗഖ്യമുണ്ട്. ഈ അടുത്ത ദിവസം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങേർക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ടെസ്റ്റെല്ലാം സൂപ്പറാണ്, ജോലി ചെയ്യാൻ പറ്റും, ഇനി 1 വർഷം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നും നേർച്ച വസ്തുക്കൾ ഞാൻ ഇവിടെ 7 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് 2 പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്, ഒരാൾ നേരത്തെ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ ഞാൻ ഉപ്പും തേനും തൈലമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. എൻ്റെ അനുഭവങ്ങളൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയും. എല്ലാ മാസവും ഞാനിവിടെ വരും, പത്രം മേടിച്ച് കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കൊടുക്കും. നേർച്ച വസ്തുക്കളായ എല്ലാ സാധനവും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയും എല്ലാം ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ആണെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് ഇടും, അതൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ സമ്പൂർണ്ണ ബൈബിൾ 1 തവണ വായിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞ് ഞാൻ പൊതിച്ചോറുണ്ടാക്കി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കും. ഉപ്പ് തേന് തൈലം അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് മേടിച്ച് കൊടുക്കും. എന്നെ കഴിവുള്ളതുള്ള സഹായമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഭവ സാക്ഷി. സങ്കീർത്തനങ്ങൾ 23:4. മരിച്ചുപോയ എനിക്ക് ജീവൻ തിരിച്ചു നൽകിയ എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു.
സങ്കീർത്തനം 23:4. മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുപിടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. അമ്പിളി സാജു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ജീവൻ തിരികെ നൽകിയ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കൂപ്പുകരങ്ങളോടും സന്തോഷത്തോടും നന്ദി പറയുന്നു. മകളുടെ വാക്കുകളിൽ നാം എല്ലാം ശ്രവിച്ചു. ഹൃദയരോഗത്തിന് വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെ ഭർത്താവ് കടന്നു പോകുമ്പോഴും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തതിൻ്റെ പൂർണ്ണ വിശ്വാസത്തിൽ ഉടമ്പടി നേർച്ചവസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി തേൻ, ഉടമ്പടി ഉപ്പ് എന്നിവ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടും ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്ത് എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടും മരണകരമായ അവസ്ഥയിലേക്ക് നീങ്ങിയ എല്ലാ അവസരങ്ങളിലും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെടുത്തിക്കൊണ്ട് ഭർത്താവിന് നൽകുവാനും സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിച്ചു. ആത്മധൈര്യത്തോടെ ഈശോയിൽ പ്രത്യാശയർപ്പിച്ചു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. ആദ്യം സഹോദരി പറയുന്നത് വെന്റിലേറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ മരിച്ചതുപോലെ കിടക്കുന്ന, കണ്ണുമലച്ച് കിടക്കുന്ന ജീവിത പങ്കാളിയെയാണ്. അപ്പോഴുമൊട്ടും ഭയമില്ലാതെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഈ ഭർത്താവിനെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയുള്ള ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, കണ്ടു നിൽക്കുന്നവർക്കൊക്കെയും എന്താണ് ഈ ചെയ്യുന്നതെന്ന് നിരന്തരം സംശയവും കാര്യവും ചോദ്യവും ഉണ്ടാകുമ്പോഴും ഒരിക്കൽ പോലും സംശയമില്ലാതെ ആ മകള് മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യാനാവാത്തത്ര ഗുരുതരമായ തകരാറുള്ള ഹൃദയമാണ്, ധമനികളാണുള്ളതെന്ന് ഡോക്ടർ ഒരു ആശുപത്രിയിൽ നിന്ന് പറഞ്ഞയക്കുമ്പോഴാണ് അടുത്ത ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്യുന്നതിന് ബലമുള്ള ഹൃദയവും ബലമുള്ള ധമനികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതും പൂർണ്ണ ആരോഗ്യം വീണ്ടും കൊടുക്കുന്നതും. എങ്ങനെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യവും ബലവും ധമനികളുടെ ബലവും തിരികെ കിട്ടിയെന്നതിന് മകൾ ഒന്നു മാത്രം പറയും: അതെൻ്റെ അമ്മ മാതാവ് ഈശോയുടെ തിരുരക്തം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ധമനികളെ ബലപ്പെടുത്തുകയും ചെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം സവിശേഷമാവുന്നത് ഒരു ഹൈന്ദവ സഹോദരി അവൾ പുതിയ വിശ്വാസം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രാർത്ഥനകളോട് പുലർത്തിയ വിശ്വസ്തതയും അല്പം പോലും സംശയമില്ലാതെ അതിൻ്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ജീവിതക്രമവും ജീവിക്കുന്നതിന് വേണ്ടി കുടുംബത്തെ തന്നെ ഒരുക്കിയെടുത്തുകൊണ്ട് ആ കുടുംബം കർത്താവിൽ ആശ്രയിച്ച് അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിലൂടെ ലഭിച്ച സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതങ്ങളെ അല്പം കൂടി അമ്മ മാതാവിൽ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. വചനം വായിച്ചുകൊണ്ട് വചനം നമുക്ക് സൗഖ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ എപ്പോഴൊക്കെ നാം ഉപയോഗിക്കുന്നുവോ ഓരോ ഉപയോഗവും നമുക്കത് ആരോഗ്യത്തിനും സംരക്ഷണത്തിനും സഹായത്തിനും കാരണമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയോടുകൂടി അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.